കേരളത്തിലെ പിണറായി സർക്കാരിന് ഈ മദ്രസ അധ്യാപകരോട് പ്രത്യേക സ്നേഹമാണ്. ആ സ്നേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അവർക്ക് നൽകി വന്ന ഈ ഭവന വായ്പകൾ ഇരട്ടിയായിട്ടുണ്ട്. കാരണം 2.5 ലക്ഷം നൽകിയത് ഇനി മുതൽ 5 ലക്ഷമാണ്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയും പലതും പറയുമ്പോഴാണ് ഇത്തരം സഹായങ്ങൾ നൽകുന്നത്. ഇതെങ്ങനെ നോക്കിക്കാണുന്നു? അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം നവോത്ഥാന നായകനല്ലേ. മദ്രസകളിൽ പഠിപ്പിക്കുന്ന സിലബസ് എന്ന് പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ വസന്തം വിരിക്കാൻ വസന്തത്തിൻ്റെ ഇടിമുഴക്കം ഉണ്ടാക്കാൻ പര്യാപ്തമാണല്ലോ. അപ്പോൾ പിന്നെ അധ്യാപകരെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം എന്നുള്ളതുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ചില വാദങ്ങളുണ്ടായിരുന്നു. അതായത് മദ്രസ അധ്യാപകർക്ക് കേരള ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നു. അത് വസ്തുത വിരുദ്ധമാണ്. കേരള ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതിനൊരു പെൻഷൻ ബോർഡുണ്ട്. ആ പെൻഷൻ ബോർഡാണ് പെൻഷൻ കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കുന്നത് അതത് മദ്രസ കമ്മിറ്റികൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികൾ അവരാണ്. ഓരോന്നിനും ഓരോന്നാണ്. അപ്പോൾ ശമ്പളത്തിലും വ്യത്യാസം വരും. ഞാനതല്ല ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മദ്രസ അധ്യാപകർക്ക് താങ്കൾ പറഞ്ഞതുപോലെ 2.5 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് ഇരട്ടിയാക്കി. കുഴപ്പമൊന്നുമില്ല. ലോൺ കൊടുക്കുന്നത് കിട്ടുന്നുമില്ല. നമ്മളിപ്പോൾ കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. തിരിച്ചടയ്ക്കുന്നതാണല്ലോ, അത് തെറ്റില്ല. പക്ഷേ ഇവിടെ കൊടുക്കുന്ന വായ്പ എന്ന് പറയുന്നത് പലിശരഹിതമാണ്. പലിശരഹിതം അത് കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ഇന്നസെൻ്റായിട്ട് വിചാരിക്കും. സംഭവം അതല്ല. ഇപ്പോൾ ഗോപനൊരു വായ്പ എടുത്തു കഴിഞ്ഞാൽ, ശ്രീജിത്ത് ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ ശ്രീജിത്ത് പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വരിക പല വർഷങ്ങളായിട്ടാണെങ്കിലും 10 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വരിക. ഭീമമായ തുകയാണ്. അതാണ് ഈ പലിശ, സാധാരണ നിരക്കിലുള്ള പലിശയിലെ. അപ്പോൾ ഈ മദ്രസ അധ്യാപകർക്ക് ശ്രീജിത്തിനേക്കാളും താങ്കൾ അധ്യാപകനല്ലാത്തതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ ലോൺ നൽകുന്നതാരാ? ബാങ്കുകളാണ്. ആ ബാങ്ക് ജീവനക്കാർക്കാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വീട് വാങ്ങിക്കാനുള്ള സൗകര്യം ബാങ്കുകൾ നൽകുന്നത്. അവിടെയും പലിശ കൊടുക്കണം. ഒരു പലിശയുണ്ട്. നമ്മളെക്കാളിലൊക്കെ കുറഞ്ഞ പലിശയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പം എങ്ങും പലിശ ഇല്ലാത്ത വായ്പ ആരും കൊടുക്കാറില്ല. പലിശരഹിത വായ്പ കൊടുക്കാറില്ല എങ്ങും. പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന കർഷകന് പോലും കൊടുക്കാറില്ല. ജപ്തി പോലും ഇളവ് ചെയ്യാറില്ല. സഹകരണ ബാങ്കുകൾ പോലും ആ സന്മനോഭാവം കാണിക്കാറില്ല. ആ ഒരു സ്ഥിതിയിലാണ് മദ്രസ അധ്യാപകർക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. ഈ മദ്രസ അധ്യാപകർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുതൽക്കൂട്ടുന്നവരാണ്. അർത്ഥശിക്ഷിതമായിട്ടുള്ള വിവരങ്ങൾ, ഒരു മതത്തിൻ്റെ മാത്രം കാര്യങ്ങൾ പഠിപ്പിച്ച് വാസ്തവത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ ഇരുട്ടിൻ്റെ കട്ടി കൂട്ടുകയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മദ്രസയിൽ പഠിച്ചു. അതെ, കേരളത്തിലെ വിദ്യാഭ്യാസം പിന്നോട്ട് പോകുന്നുവെന്ന് പലരും അഭിപ്രായപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതെ, കാരണം മുൻകാലങ്ങളിലെ സാക്ഷരതയിൽ മുന്നിൽ നിന്നിരുന്ന നമ്മുടെ സംസ്ഥാനം പലർക്ക് എഴുത്തും വായന അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല, നിലവാരം പുലർത്തുന്നുണ്ട്. പക്ഷേ അന്ധവിശ്വാസം അതിനേക്കാൾ മുന്നോട്ട് വേഗത്തിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടിരിക്കുന്നു. അന്ധവിശ്വാസം വ്യാപകമാവുകയാണ്. അപ്പോൾ അവിടെ പഠിപ്പിക്കേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നൽകണം. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ SNDP പോലുള്ള സംഘടനകൾ തയ്യാറാണ്. NSS തയ്യാറാണ്. അവർക്കൊന്നും പുതിയ സ്കൂളുകൾ നടത്താൻ വേണ്ട അനുവാദം കൊടുക്കാതെ കണ്ട് ഇമാതിരി ഉള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭൂഷണമാണോ? അത് അഡ്രസ്സ് ചെയ്യണം. അതാണ് ചോദ്യം. ഇത് പറയുമ്പോൾ നിങ്ങൾ വർഗീയവാദി എന്ന് പറഞ്ഞ് തടയപ്പുകയല്ല ചെയ്യേണ്ടത്. മദ്രസ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന നിങ്ങളുടെ ഗവൺമെൻറ് ചെയ്യാമോ? വായാടി വിപ്ലവം കൊണ്ട് നടക്കുന്ന ബിനോയ് വിശ്വത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങളെന്തിനാണ് മദ്രസ അധ്യാപകർക്ക് മാത്രം 10 ലക്ഷം രൂപ ലാഭം വരുന്ന വായ്പ കൊടുക്കുന്നത്? ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് ഉൾപ്പെടെ അത് ഉപകാരപ്പെടുത്തണമല്ലോ. സാധാരണക്കാരല്ല, പാവപ്പെട്ടവരെ. ഇന്ന് കണ്ണീരോടുകൂടി ഒരു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ പെൺകുട്ടികളുമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീ, ഒരു കോർപ്പറേഷൻ ഉണ്ടല്ലോ, നിരവധി കോർപ്പറേഷൻ, ബാംബു കോർപ്പറേഷൻ, അങ്ങനെ പറഞ്ഞ് പല വനം വികസന കോർപ്പറേഷൻ, ഭയങ്കര വികസനമാണ് നടക്കുന്നത്. കോർപ്പറേഷനുകൾ അതുകൊണ്ട് വന്യമൃഗ സംരക്ഷണം വന്യമൃഗ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ചെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന ആ ഒരു സ്ത്രീയാണ്, നാട്ടുകാരിയായതുകൊണ്ട് ചെന്ന് ചോദിച്ചു. അവർക്ക് ലൈഫ് പ്രസ്ഥാനം വരെ ഒരു വീട്. നിങ്ങളൊരു കാര്യം ചെയ്യാം, വീട് ഞാൻ ഉണ്ടാക്കി തരാം, 10 ലക്ഷം രൂപ തരാം.
10 ലക്ഷം രൂപ കൊണ്ട് കോൺട്രാക്ടറെ സമീപിച്ചാൽ നല്ലൊരു വീട് വാങ്ങിച്ചു കിട്ടും. അവർക്ക് വണ്ടിയൊക്കെ ഓടിക്കണം, അതിന് ഡീസലൊക്കെ വേണം, പെട്രോൾ വേണം, അതിനൊക്കെ വേണ്ടിയിട്ട് ചിലവെന്നും പറഞ്ഞ് ചോദിച്ചു. എത്ര പേരാ വഴിയോരങ്ങളിൽ ഇങ്ങനെ ടാർപോളിൻ ഷീറ്റുകൾക്കടിയിൽ അവരുടെ ജീവിതം നയിച്ചിരുന്നത്, റെയിൽ പാളങ്ങൾക്കടിയിൽ. ഇപ്പോഴുമില്ലേ കേരളത്തിൽ പാലത്തിനടി? എന്നിട്ട് ഈ മദ്രസ അധ്യാപകർക്ക് മാത്രം ഇങ്ങനെ കൊടുക്കും. മന്ത്രി വി അബ്ദുറഹിമാനാണ് ഇങ്ങനെ ഉദാരമായിട്ട് കനിഞ്ഞു കോരി കൊടുക്കുന്നത്. വാസ്തവത്തിൽ മൊത്തം കേരളത്തിലെ ജനങ്ങളുടെ ഡെമോഗ്രാഫി വെച്ചിട്ട് മൊത്ത വരുമാനമെന്ന് ഏറ്റവും സമ്പന്നരായിട്ടുള്ളതും സ്വർണ്ണാഭരണശാലകൾ നടത്തുന്നതും തുണി വ്യാപാര എല്ലാ വ്യാപാര മേഖലകളിലും വൻതരത്തിൽ അത് നല്ല കാര്യം തന്നെ ശാഖോപശാഖകളായി പടർന്നുകൊണ്ടും ഹോട്ടൽ ശൃംഖലകളാണെങ്കിലും ലുലു പോലുള്ള ആളുകളായിരുന്നാലും ഏറ്റവും അധികം പണം നിക്ഷേപിക്കപ്പെടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്ഥാപനങ്ങളിലാണ്. നല്ല കാര്യം തന്നെയാണ്, അതൊരു ഭീകരവാദമൊന്നുമല്ല, ഞാനതിനെ അഭിനന്ദിക്കുന്നു. ഇത്രയധികം മുന്നോട്ട് നമ്മുടെ സാമ്പത്തിക നിലയിൽ വന്നിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ കോരി കൊടുക്കുമ്പോൾ പാവപ്പെട്ട ദലിതൻ്റെയും പിന്നാക്കാരൻ്റെയും കണ്ണുനീരുകൾ അവരുടെ പേരിൽ ഒരു സ്കൂളുണ്ടോ? ഏതെങ്കിലും ഒരു ദലിത സംഘടന ഒരു സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ടോ? മദ്രസ പോട്ടെ, കുടിപ്പള്ളി കൂടെ നടത്തിയിട്ടുണ്ടോ? പട്ടികജാതി വർഗ്ഗക്കാരുടെ പേരിൽ സ്കൂളുകളുണ്ടോ? അവർക്ക് അതിനുള്ള ശേഷിയുണ്ടോ? ത്രാണിയുണ്ടോ? അവർക്ക് വീടുകളുണ്ടോ ആവശ്യത്തിന്? അങ്ങനെ അവർ സംരക്ഷണം പോലും ഇല്ലാതെ കഴിയുമ്പോൾ ഈ കാണിക്കുന്നത് എന്ത് വങ്കത്തരമാണ് കാണിക്കുന്നത്. അല്ല, കേരളം എന്തായിരിക്കും ഈ ദളിതനെ ആദിവാസികളെയും ഒന്നും കൂടുതൽ പരിഗണിക്കാത്ത? കാരണം ഇടതുപക്ഷ സർക്കാർ എപ്പോഴും ഈ തത്വം പറഞ്ഞിട്ട് ഈ ദളിതനും അതോടൊപ്പം തന്നെ ആദിവാസികൾക്കും കേരള ചരിത്രത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങ് തുടരുകയാണ്. അവരുടെ മാനത്തിന് പോലും സംരക്ഷണമില്ലല്ലോ. ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു പെൺകുട്ടി, അവരുടെ പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതുപോലെ, അത് പത്തനംതിട്ടയിലായാലും ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതായാലും ശരി, ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെ, അവരെ ആത്മഹത്യ എന്നുള്ള പേരിലുള്ള പീഡനങ്ങളിലേക്ക് നയിക്കുമ്പോഴും, ചുരുക്കി പറയുകയാണ്, നയിക്കപ്പെടുമ്പോഴും വേറൊരു ന്യൂനപക്ഷത്തിൻ്റെ ആളായിരുന്നു ഞാൻ. വർഗീയത പറയുകയല്ല, സങ്കടം കൊണ്ട് പറയുകയാണ്. അവരും മനുഷ്യരല്ലേ. ഹിന്ദു സവർണ അല്ലെങ്കിൽ ബ്രാഹ്മണിക്ക് ഹെജിമനിയൊന്നും അല്ലല്ലോ അവരെ. എന്തുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല? കൂട്ടബലാത്സംഗത്തിന് വിധേയരാകുമ്പോൾ, വർഷങ്ങളായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധ, ആ പ്രയോറിറ്റി നിങ്ങളുടെ എന്താണ്? ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പ്രയോറിറ്റി പോകാത്തത് എന്താണ്? ഒരു പക്ഷേ അടച്ചുറപ്പില്ല, ഒരൊറ്റ മുറിയിലാണ് ആ വാളയാറിലെ പെൺകുട്ടി കഴിഞ്ഞിരുന്നത്. അത്ര സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും ആ പീഡനവും മരണവും ആയി പെൺകുട്ടികൾ കേൾക്കേണ്ടി വന്നത്. 2 പെൺകുട്ടികൾക്ക്. നിങ്ങളുടെ ഈ ഒരു കാരുണ്യത്തിൻ്റെ ഒരു മഹാസാഗരം അവിടെ എന്താ ഉയരാത്തത്? പലിശയില്ലാതെ നിങ്ങളിങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ, പലിശ കൊടുത്ത് മുടിഞ്ഞിട്ട് ജപ്തി ഭീഷണി നേരിട്ട് ആത്മഹത്യ ചെയ്യുന്നവരെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? പോട്ടെ, നിങ്ങളുടെ സഹകരണ ബാങ്കുകളെ വിശ്വസിച്ചുകൊണ്ട് അവിടെ നിക്ഷേപിച്ച പാവങ്ങളുടെ പണം കൊടുത്തു തീർക്കാൻ വകയില്ലാത്ത നിങ്ങൾ എന്നിട്ട് പലിശരഹിത വായ്പ കൊടുക്കുന്നത് കേരളത്തിൻ്റെ ജനങ്ങളുടെ മതനിരപേക്ഷമായിട്ടുള്ള ജനസമൂഹത്തിൻ്റെ കരണത്തു നൽകുന്ന അടികളല്ലേ? വി അബ്ദുറഹിമാൻ അത് ഉത്തരം പറയണം. ഇടതുപക്ഷ ഗവൺമെൻറ്റും അവരുടെ ഈ പുരോഗമനവാദങ്ങളും മതേതരവാദങ്ങളും ജനാധിപത്യവാദങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉത്തരം പറയണം. ശരി, ഞാൻ വർഗീയവാദി എന്ന് തന്നെ എന്നെ വിളിച്ചോളൂ. പക്ഷെ നിങ്ങളിതിന് ഉത്തരം പറയൂ. പട്ടികജാതി, പട്ടികവർഗ, നാമമാത്ര കർഷകർ, തൊഴിലാളികൾ, ഇവരുടെയൊക്കെ സങ്കടങ്ങളല്ലേ? അപ്പോൾ അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന പാഠശാലകൾക്ക്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയാണോ നിങ്ങളുടെ പലിശരഹിത വായ്പകൾ? ഏതെങ്കിലും പലിശരഹിത വായ്പ നിങ്ങളല്ലാതെ കൊടുക്കുന്നുണ്ടോ? എനിക്കറിയില്ല, ഉത്തരം പറയേണ്ടത്.